വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന വഴുതനങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു യോഗേർട്ട് അല്ലെങ്കിൽ ഒരു സലാഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ വഴുതനങ്ങ കംപ്ലീറ്റ് എടുക്കുന്നതില്ല, ഇതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. കുറച്ച് പോർഷനേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പകുതി എടുത്തിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിൻ്റെ പകുതി ഭാഗം ഞാനിപ്പോൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്യൂലേ, അതുപോലെ മെഴുക്ക് പുരട്ടി ഈ ഷേപ്പിലല്ലാതെയും കട്ട് ചെയ്യാം. പക്ഷെ ഞാനുണ്ടാക്കുമ്പോൾ ഈ ഷേപ്പിലായിട്ടോ കട്ട് ചെയ്യല്. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ചെയ്യണ പോലെ തന്നെ നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് കുഴച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വെക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ ഇറങ്ങി വന്നേക്കും. എന്നിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കണം. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന അതുപോലെ തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആവുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടണം നിർബന്ധമില്ല കേട്ടോ. പക്ഷേ അങ്ങനെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ ഉപ്പ് മാത്രം ഇട്ട് വെച്ചാൽ ചിലപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ കളർ ഒന്നൊരു ഡാർക്ക് ആവാൻ ചാൻസ് ഉണ്ട് ഈ വഴുതനങ്ങയുടെ. പക്ഷേ നമ്മൾ മഞ്ഞൾപ്പൊടിയോട് ചേർത്താൽ ആ കുഴപ്പമുണ്ടാവില്ല. പിന്നെ നമുക്ക് ഏതായാലും ഇത് ഫ്രൈ ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് ഇപ്പോഴേ ചേർത്താൽ ആ ഒരു കളർ ചേഞ്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടച്ച് വെക്കണം കേട്ടോ ഇത് എടുത്ത് വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ 15 മിനിറ്റ് ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പിഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ കണ്ടോ വെള്ളം വരുന്നത്. അപ്പോൾ ഈ വെള്ളം ഇങ്ങനെ നമ്മൾ കളയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ വഴുതനങ്ങ നമ്മൾ ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ ഫ്രൈ ആണെങ്കിലും എന്താണെങ്കിലും ഭയങ്കര കുഴഞ്ഞു പോകും, ഒരു ഒട്ടി പിടിക്കുന്ന ടൈപ്പ് ആകും. ഒരുപാട് പേർക്ക് വഴുതനങ്ങയോട് താല്പര്യം ഇല്ലാത്തതും ആ ഒരു ഒട്ടലുള്ളത് കൊണ്ടാണ് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒട്ടി പിടിക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. വഴുതനങ്ങ ഒരുപാടങ്ങ് കുഴഞ്ഞു പോവാതെ നല്ല വിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതിൽ വെള്ളം കംപ്ലീറ്റ് ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ വെള്ളം ഫുള്ള് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ വെള്ളം മാത്രം, ഇതിൽ വഴുതനങ്ങയുണ്ട്. അപ്പോൾ ഇത് പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ ക്വാണ്ടിറ്റി കുറയും, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ആദ്യത്തെ അത്രക്കൊന്നും എമൗണ്ട് നമുക്ക് തോന്നില്ല. എന്തായാലും നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വഴുതനങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടിരുന്നല്ലോ, അതിൽ കുറേ നമ്മൾ ആ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ പോയിട്ടുണ്ടാകും. എന്തായാലും ഞാൻ ഇനി മഞ്ഞൾപ്പൊടി ഇടുന്നില്ല, ഞാൻ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ കുറച്ച് ചേർത്താൽ മതി. ആദ്യം നമ്മൾ ഉപ്പ് ചേർത്തിരുന്നു, എന്നാലും അതിൽ നിന്ന് കുറേ വെള്ളം പിഴിഞ്ഞ് കളഞ്ഞപ്പോൾ പോയിട്ടുണ്ടാകും. അതുകൊണ്ട് കുറച്ചുകൂടെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാനിൽ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് വഴുതനങ്ങ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇത് നമുക്ക് ഒരു യോഗേർട്ടായിട്ടും, അതായത് തൈരായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ല ഒരു സലാഡായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ സലാഡായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതായത് കുറച്ച് തൈര് ഇട്ടിട്ട്. നമ്മൾ യോഗേർട്ടായിട്ട് തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ തൈരായിട്ട് നമ്മൾ എന്തിപ്പോൾ ബിരിയാണിയുടെ കൂടെ അങ്ങനെയൊക്കെ സെർവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ തൈര് ചേർത്ത് കൊടുത്താൽ മതി. ചേർക്കുന്ന തൈരിൻ്റെ എമൗണ്ടിൽ മാറ്റം വരുത്തിയാൽ മതി. പിന്നെ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു ഐറ്റമാണ് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. വീഡിയോൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ബീട്രൂട്ട് ഫ്ലേവേർഡ് യോഗേർട്ട് എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ് അത്. നല്ലൊരു ഡാർക്ക് പിങ്ക് കളറിലുള്ളൊരു യോഗേർട്ടാണ്. ബീട്രൂട്ടും നമ്മുടെ ഉറുമാമ്പഴമില്ലേ, അതൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യണമെന്നല്ല, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം. എന്നാലൊരു മീഡിയം ലെവലിൽ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത വഴുതനങ്ങയെ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. സവാളക്ക് പകരം നമുക്ക് ചെറിയുള്ളി ഉപയോഗിക്കാം കേട്ടോ. ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചെറിയുള്ളി എടുത്താൽ മതി, അതും നല്ല ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്കങ്ങ് ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഞാൻ സവാള യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിഷ്ടമുള്ളവർ അതെടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില വേണമെങ്കിൽ കട്ട് ചെയ്തിട്ടും ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാളയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം.
കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു സലാഡ് രൂപത്തിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് തൈരേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാനൊക്കെ ഇത് മാത്രം കഴിക്കാം, ഒരു സലാഡ് രൂപത്തിൽ കഴിക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. തൈര് പോലെ യോഗേർട്ട് തൈര് സെർവ് ചെയ്യാനാണെങ്കിൽ കുറച്ചുകൂടെ തൈര് ചേർത്ത് കൊടുക്കുക. പിന്നെ തൈരൊക്കെ നമ്മുടെ ഇഷ്ടത്തിനാട്ടോ. ഇനിയിപ്പോൾ ഇത് തൈര് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ബാലൻസ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇപ്പോൾ ബിരിയാണിയുടെ കൂടെ നമ്മളെപ്പോഴും സാധാരണ തൈര് കൊടുക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെയൊക്കെ ആകുമ്പോൾ. സലാഡായിട്ടാണെങ്കിൽ അങ്ങനെയും കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ്. വഴുതനങ്ങ ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും, അല്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വേറൊരു ടേസ്റ്റൊക്കെ ഫീൽ ചെയ്യും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് സ്കെച്ച് മീഡിയയുടെ, അതൊന്ന് ലൈക്ക് ചെയ്യുക, അതിൻ്റെ ലിങ്ക്